ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് എസ്സേക്കോ പാരഗ്രാഫിനൊക്കെ ചാൻസ് ഉള്ള അറ്റ്ലീസ്റ്റ് പാരഗ്രാഫെങ്കിലും ചോദിക്കേണ്ടതാണ്. സോ ദിസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ കുഷ്വന്ത് സിംഗ്, മാർക്ക് ഓഫ് വിഷ്ണു എന്ന് പറയുന്ന. ഇതിൽ അദ്ദേഹം സൂപ്പർസ്റ്റീഷന്, അതായത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന അന്ധവിശ്വാസങ്ങളെ, അമിതമായിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫ്സിനെ എന്ത് ചെയ്യാണ്, മോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഫണ്ണാക്കുകയാണ്, മീൻസ് കളിയാക്കുകയാണ്. സൂപ്പർസ്റ്റീഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. സോ സൂപ്പർസ്റ്റീഷൻ എന്നുള്ള വേർഡ് മറക്കണ്ട. സോ ഹി മോക്സ് അറ്റ് സൂപ്പർസ്റ്റീഷൻ ആൻഡ് ബ്ലൈൻഡ് ബിലീഫ്സ്, അതായത് അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ ഗുങ്കാരാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയും. സോ ഈ ഗുങ്കാരാമിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹം എല്ലാ ആനിമൽസിനെയും എന്ത് ചെയ്യുന്നു, പിന്നെ അത് ദൈവത്തിൻ്റെ ചരാചരങ്ങളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ എല്ലാറ്റിനെയും അമിതമായിട്ട് കെയർ ചെയ്യുന്നു. അതൊന്നും ചെയ്യൂല എന്നുള്ള മട്ടിൽ. സോ ഈവൻ സ്നേക്സിനെ പോലും അതൊന്നും ചെയ്യൂല. അത് ലോർഡ് വിഷ്ണുവിൻ്റെ ഏറ്റവും ഏറ്റവും കൈൻഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ്, ഒരു ക്രീച്ചറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ അമിതമായിട്ട് കെയർ ചെയ്യുക. സോ അതിന് കിട്ടുന്ന ഒരു അടി എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി കിട്ടുന്നു ഗുങ്കാരാമന്. ഗുങ്കാരാം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. ഗുങ്കാരാം ഈസ് എ ബ്രാഹ്മൺ. പക്ഷേ ബ്രാഹ്മണനിലും എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ എക്കണോമിക്കലി സ്റ്റാബിൾ അല്ലാത്ത ആളുകളുണ്ടാവും. സോ അദ്ദേഹം ഒരു സെർവൻ്റ് ആയിട്ടാണ് ഇതിൽ. അപ്പോൾ ബ്രാഹ്മണൻ എങ്ങനെയാണ് സെർവൻ്റ് ആയത് എന്ന് ഓർക്കണം. അപ്പം ബ്രാഹ്മണിലും ചില പുവർ പീപ്പിൾ ഉണ്ടാവും. സോ ഗുങ്കാരാം എന്ന് പറഞ്ഞത് ഒരു ബ്രാഹ്മണനാണ്, സെർവൻറ്റ്. ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു തൊഴിലാളിയാണ്. ഇൻ എ ഹൗസ് വേർ 3 മിസ്റ്റീവിയസ് ചിൽഡ്രൻ ലിവ്. അപ്പോൾ അദ്ദേഹം സെർവൻ്റായി പ്രവർത്തിക്കുന്നത് ഒരു 3 കുസൃതി കുഞ്ഞുങ്ങളല്ല, അത്യാവശ്യം സ്കൂളിൽ പോകുന്ന ആ ഒരു ഏജുള്ള കുട്ടികളുടെ വീട്ടിലാണ്. ദ ചിൽഡ്രൻ ഓൾവേസ് മോക്സ് അറ്റ് ഗുങ്ക ഫോർ ഹോൾഡിംഗ് ബ്ലൈൻഡ് സൂപ്പർസ്റ്റീഷൻ. അപ്പോൾ ചിൽഡ്രൻ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഈ ഗുങ്കാരാമിനെ എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു, മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഫോർ ഹോൾഡിംഗ് ബ്ലൈൻഡ് സൂപ്പർസ്റ്റീഷൻ, അതായത് അന്ധവിശ്വാസം ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിൽ. ഗുങ്ക ഫീഡ്സ് ഈവൻ ഡേഞ്ചറസ് ആനിമൽസ്. അപ്പോൾ ഗുങ്കയുടെ പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹം എന്ത് ചെയ്യും, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, പോയിസണസ് ആയിട്ടുള്ള ആനിമൽസിനെ പോലും എന്ത് ചെയ്യും, അദ്ദേഹം കെയർ ചെയ്യുന്നു. ഹി റിഗാർഡ്സ് എവറി ക്രീച്ചേഴ്സ് എസ് സേക്രഡ്. അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്, എല്ലാ ജീവികളും സേക്രഡ് ആയിട്ട്, പരിശുദ്ധിയുള്ളതായിട്ട്. ആൻഡ് ബ്ലെസ്സിങ്സ് ഫ്രം ലോർഡ് വിഷ്ണു. വിഷ്ണു എന്നുള്ള ലോർഡിൻ്റെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഗുങ്ക ഈവൻ ടെൻസ് പോയിസണസ് വാസ്പ്സ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ കടന്നൽ കൂട്ടങ്ങളൊക്കെ, അതിനൊക്കെ ഈ ചിൽഡ്രൻ എന്ത് ചെയ്യും, ബാറ്റ് കൊണ്ട് ഷോക്കടിപ്പിച്ച് കൊല്ലും. ഈ കൊന്ന ഈ കടന്നലുകളൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഒരു ഭാഗത്താക്കിയിട്ട് അതിൻ്റെ ഒടിഞ്ഞ ചിറകുകളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. സംരക്ഷിച്ചു വെക്കും എന്നുള്ളത്. സോ അത്രയും ബ്ലൈൻഡ് ബിലീവുള്ള ഒരാളായിരുന്നു ഗുങ്കാരാം എന്നാണ് കുഷ്വന്ത് സിംഗ് പറയുന്നത്. സോ ഹി സ്റ്റോർഡ്, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ he stored broken wings. First point, he stored broken wings of wasps that were killed by children using bats. Though he got many stings. അതായത് ഈ കടന്നലുകൾ അടുത്തേക്ക് പോവുക, അതുപോലെ തേനീച്ചകളുടെ അടുത്തേക്ക് പോവുക, ഇങ്ങനെ അടുത്തേക്ക് പോകുമ്പം അദ്ദേഹത്തിന് ഒരുപാട് കുത്തുകൾ കിട്ടും, സ്റ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ദോ ഹി ഗോട്ട് മെനി സ്റ്റിങ്സ്, ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ ടു ഹിം. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയില്ല അതിനെ പരിരക്ഷിക്കുന്നതിൽ. Next point, Gungarama became a constant victim for belittling of children. ഈ കുട്ടികൾ എപ്പോഴും ബിലിറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. ഗുങ്കാരാമിനെ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് കളിയാക്കാറുണ്ടായിരുന്നു. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ബിലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക എന്നുള്ളത്. He used to put a saucer of milk near a snake hole at every evenings. അപ്പം ഈ ഗുങ്കാരാമിൻ്റെ ഒരു പതിവായിരുന്നു എപ്പോഴും സോസർ ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പാൽപാത്രം. പാലിൻ്റെ പാത്രം എന്ത് ചെയ്യും, ഈ സ്നേക്കിൻ്റെ മാളത്തിൻ്റെ അടുത്ത് എല്ലാ വൈകുന്നേരവും വെക്കും. അദ്ദേഹം പുട്ട് ചെയ്യും. ഹി ബിലീവ്ഡ് ഇറ്റ് വാസ് ഡ്രങ്ക് ബൈ കാലാനാഗ്. അങ്ങനെ രാവിലെ ആകുമ്പോൾ നോക്കുമ്പം എന്തുണ്ടാവില്ല, ഈ പാലുണ്ടാവില്ല. പാത്രം കാലിയായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന എന്താണ്, ഈ ഈ പാല് എന്ത് ചെയ്തതാണ്, സ്നേക്ക് കുടിച്ചതാണെന്നുള്ളത്. ദ കിങ് കോബ്ര, കോബ്ര എന്നുള്ള കിങ് കോബ്ര അല്ലേ, ആ ഒരു സ്നേക്ക് കുടിച്ചതാണെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞത്. ചിൽഡ്രൻ ലൗഫ്ഡ് അറ്റ് ഹിം, കാറ്റ്സ് കൺസ്യൂംഡ് ഇറ്റ്.
അപ്പം ചിൽഡ്രൻ പറയുന്നത് അതിന് പാലൊന്നും ഇഷ്ടമില്ല, അത് പൂച്ച കുടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കും. ദോ ചിൽഡ്രൻ ട്രൈ ടു ക്രിയേറ്റ് പാനിക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള ഈ സ്നേഹിക്കുന്നതിനോടുള്ള ഇഷ്ടം കാരണം ഈ കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികൾ അതിൽ നിന്നും അത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ പിന്മാറ്റാൻ ശ്രമിച്ചെങ്കിലും, അയാളിൽ പേടി സൃഷ്ടിച്ചെങ്കിലും, പാനിക് ടെല്ലിങ് ദേ സോ എ ലോട്ട് ഓഫ് സ്നേക്സ് അറ്റ് സ്കൂൾ ലാബ്സ്. അപ്പൊ അവർ കുട്ടികൾ പറയുന്നത് സ്കൂൾ ലാബുകളിൽ ഞങ്ങൾ ഒരുപാട് പാമ്പുകളെ കണ്ടിട്ടുണ്ട് ബോട്ടിലാക്കിയിട്ട്, വിത്ത് 2 eyes പ്രിസർവ്ഡ് ഇൻ മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ ലാബുകളിൽ ജഡം ദ്രവീകരിക്കാതിരിക്കാൻ വേണ്ടി അവർ ഒരു സ്പിരിറ്റിൽ, ദ്രാവകത്തിൽ, മെത്തിലേറ്റഡ് സ്പിരിറ്റിൽ ഈ ടീച്ചറൊക്കെ എന്ത് ചെയ്യും, ആ ബോട്ടിൽ സൂക്ഷിക്കും. അതിൽ ഇരുതല മൂർച്ചയുള്ള, അല്ലെങ്കിൽ ടെയിലിലും അതായത് വാലിലും അതുപോലെ ഹെഡിലും കണ്ണുകളുള്ള പാമ്പ് സ്നേക്കുകൾ വരെയുണ്ട് എന്നാണ് കുട്ടികൾ പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിക്കുന്നത്. പക്ഷേ ഈ പേടിപ്പിക്കുന്നതൊന്നും അദ്ദേഹത്തിന് എന്തില്ല, ഒരു കൂസലുമില്ല. when the children threatened with killing the snake, അപ്പൊ ചിൽഡ്രൻ എന്ത് ചെയ്തു, കുട്ടികൾ ഈ സ്നേക്കിനെ ഞങ്ങൾ ഒരു നാൾ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഗുംഗാരാമനെ. ഗുംഗ വാണ്ട് ദം ഇറ്റ് വാസ് ഫണ്ണിയാർ. അപ്പൊ ഗുംഗ പറയാണ് എന്നെ കൊല്ലാൻ പറ്റില്ല, ഒരു ലാൻഡ് ലോഡാണ്, ഓക്കെ, ഒരു കിങ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഫാനിയർ ആണ്, കിങ് ആണ്, ലാൻഡ് ലോഡ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദെയർ 100 eggs will bite them. അപ്പൊ അങ്ങനെ ഗുംഗാരാം പറയാണ് അത് 100 മുട്ടയിടും, അത് നിങ്ങളെ കടിക്കും. ആ ഗുംഗാരാം പറയാണ് സ്നേക്ക് നിങ്ങളെ, കിങ് കോബ്ര നിങ്ങളെ ആ 100 മുട്ടയും വിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, വലിയ കോബ്രകളായിട്ട് നിങ്ങളെ കടിക്കും എന്ന് പറയാണ് കുട്ടികളോട്. അതുകൊണ്ട് ഒരിക്കലും ആ പണിക്ക് നിൽക്കരുത് എന്ന് കുട്ടികളോട് വാൺ ചെയ്യാണ്. വൺസ് ഇറ്റ് ബിക്കംസ് കോബ്രയാൽ ചിൽഡ്രൻ മോക്കഡ് അറ്റ് ഹിം. ചിൽഡ്രൻ കളിയാക്കാണ്. ഫണ്ണിയാർ, അതായത് കിങ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ് എന്നുള്ളത് മെയിലാണ്, എങ്ങനെയാണ് അതിന് മുട്ടയിടാൻ കഴിയുക, മുട്ടയിടെങ്കിൽ നിങ്ങളായിരിക്കും മുട്ടയിടുക എന്ന് ഗുംഗാരാമിനെ കളിയാക്കിക്കൊണ്ട് കുട്ടികൾ ചിരിക്കാണ്. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നും പിന്മാറുന്നില്ല. ഗുംഗാരാം ഇതിൽ നിന്നൊന്നും പിന്മാറുന്നില്ല. ഇവരിങ്ങനെയൊക്കെ കളിയാക്കിയിട്ടും ചെറിയ കുട്ടികളുടെ പരിഹാസപാത്രമായിട്ടും ഈ ഗുംഗാരാം എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. വൺ ഡേ, ഒരു ദിവസം, ദ ചിൽഡ്രൻ ടാപ്പ് കോബ്ര യൂസിങ് ബാംബു സ്റ്റിക്സ്. അതായത് മുളവടി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു, ആ കിങ് കോബ്രയെ പിടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് ടേക്കൻ ടു ദ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ദ സ്നേക്ക് ഗോട്ട് സിവിയർ ഇഞ്ചുറീസ്. ഈ പാമ്പിന് എന്ത് കിട്ടി, പാമ്പിന് മാരകമായിട്ടുള്ള പരിക്കുകൾ പറ്റി, ഒരു പൾപ്പ് പോലെ, ഒരു ജെല്ലി പോലെ എന്ത് ചെയ്തു, അതിനെ അടിച്ചു പരത്തി, ഈ പാമ്പിനെ അടിച്ചു പരത്തിക്കൊണ്ട് പുർജീവനാക്കിക്കൊണ്ട്, ഡ്യൂ ടു ഹാർഷ് ബീറ്റിംഗ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ അമിതമായിട്ട് അതിനെ അടിച്ച് ഉപദ്രവിച്ചിട്ട് ബോട്ടിലാക്കിക്കൊണ്ട് കൊണ്ടുപോവാണ് സ്കൂളിലേക്ക്. അങ്ങനെ ഗുംഗാരാമോട് പറയാണ്, നിങ്ങളുടെ പോവാൻ നേരത്ത്, സ്കൂൾ ബസ്സിൽ കയറാൻ നേരത്ത് നിങ്ങളുടെ പാമ്പ് ഒക്കെ നിങ്ങളെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഒരുപാട് പെയിൻ ഉണ്ടാക്കി. അങ്ങനെ ഗുംഗാരാം സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇറ്റ് ബിക്കെയിം ഓൾമോസ്റ്റ് സ്കാഷി എന്ന് പറഞ്ഞാൽ ആകെ ചമ്മന്തിയായി, ഓക്കെ, ആകെ ഇടിച്ചു പരത്തി. ആ പാമ്പിന് ജീവൻ പകുതിയുണ്ട് എങ്കിലും ആകെ ഇടിച്ചു പരത്തിയ ആ ഒരു സ്ക്വാഷി നിലയിലാണ് ശരിക്കും ഇപ്പം ആ ഒരു സ്നേക്ക് ഉള്ളത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സ്ലൈഡ്. നമുക്ക് ക്ലൈമാക്സ് നോക്കാം. ദ ടീച്ചർ ലൂസൺ ദ കോഡ്. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു, ആ കയറൊക്കെ അഴിച്ചിട്ട് ട്രൈ ടു പുട്ട് എ കോബ്ര ഇൻസൈഡ് എ ബോട്ടിൽ, എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ബോട്ടിൽ എന്ത് ചെയ്യാണ്, അതിനകത്താക്കാനുള്ള ശ്രമത്തിലാണ് ടീച്ചർ. ബട്ട് ദ കോബ്ര ഇൻ എ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഇറ്റ്. പക്ഷേ കോബ്ര ജീവൻ മരണ പോരാട്ടത്തിന്റെ ഇടയിൽ പകുതി ജീവനുള്ളെങ്കിലും അതൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, കിട്ടിയ അവസരത്തിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പുഷ്ഡ് ദ ലിഡ്. ഇങ്ങനെ പാത്രത്തിലാക്കിയ ഉടനെ തന്നെ അതിന്റെ അടപ്പ് എന്ത് ചെയ്തു, ഒന്ന് പുഷ് ചെയ്ത് നോക്കി. ലിഡ് അതിന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മൂടി, ബോട്ടിലിന്റെ ആ ഒരു മൂടി അടപ്പ് എന്ത് ചെയ്തു, തെറിച്ചുപോയി. അങ്ങനെ കോബ്ര പുറത്തേക്ക് വന്നു. ദ ടീച്ചർ ടോപ്പിൾഡ് ഓവർ ദ ചെയർ. പെട്ടെന്ന് തന്നെ കോബ്രയുടെ ആ ഒരു ഇത് കണ്ടപ്പം, ഓക്കെ, അതിൻ്റെ ഹുഡ് കണ്ടപ്പം, അതിൻ്റെ ആ ഒരു സർപ്പത്തിൻ്റെ ഹുഡ് കണ്ടപ്പം എന്ത് ചെയ്തു, ടീച്ചർ ചെയർ, അടുത്തൊരു ചെയർ ഉണ്ടായിരുന്നു, ആ ചെയർമ കൂടെ മറിഞ്ഞു വീണു. ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞു. സ്നേക്ക് നിയർലി ഹിറ്റ് ഹിം. സ്നേക്ക് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് അയാളെ ഹിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു ഈ ടീച്ചറെ. ഓക്കെ, തട്ടില്ല എന്നുള്ള രൂപത്തിൽ, കടിച്ചില്ല എന്നുള്ള രൂപത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുംഗാരാം ഫിയർലെസ്ലി അപ്രോച്ച് സ്നേക്ക് വിത്ത് എ ബോട്ടിൽ ഓഫ് മിൽക്ക്. അങ്ങനെ ഗുംഗാരാം നേരത്തെ കുട്ടികൾ സ്കൂൾ ബസ് കയറാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്, കളിയാക്കി ഡഗഡഗ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തിരുന്നു, കുട്ടികൾ അങ്ങനെ കളിയാക്കിയിരുന്നു. അങ്ങനെ സ്നേക്കിനെ ഇവിടെ എത്തിയപ്പം, ഓക്കെ, സ്നേക്ക് സ്കൂളിൽ എത്തിച്ചപ്പോൾ അതിനുശേഷം ഹി ബോഡ് ഹിസ് ഹെഡ് വിത്ത് ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ പ്രയർ. അങ്ങനെ ഇയാൾ വരുന്നു, ആര്, ഗുംഗാരാം വന്നിട്ട് പിന്നെ സ്നേക്കിന്റെ മുന്നിൽ
ഓക്കെ, എല്ലാവരും പേടിച്ച് നിൽക്കുമ്പം ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ തല ഒക്കെ ഒന്ന് മടക്കിക്കൊണ്ട് വിത്ത് ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ പ്രെയർ, അങ്ങനെ അയാൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാണിച്ചു. കോബ്ര ഹിസ്ഡ് വിത്ത് ഫാങ്സ്, ഈ കോബ്ര എന്ത് ചെയ്തു, ഇപ്പോൾ കോബ്ര പുറത്താണുള്ളത്, കോബ്രയുടെ അടുത്തേക്ക് വളരെ ഫിയർലെസ് ആയിട്ട് ഒരു കൂസലും ഇല്ലാതെ ആര് പോവാണ്, നമ്മുടെ ഗുങ്കാരാമ പോവാണ്. ലോർഡ് വിഷ്ണുവിൻ്റെ എന്താണ് അരുമ ക്രീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുങ്കാരാമ അതിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാണ്. കോബ്ര ഹിസ്ഡ് വിത്ത് ഫാങ്സ്, കോബ്ര എന്ത് ചെയ്തു, അതിൻ്റെ വിഷപ്പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മൂളി, ഹിസ് ചെയ്തു. സ്പാറ്റ് ആൻഡ് ഹിറ്റ് ഓവർ ദ സാൻഡിൽ പേസ്റ്റഡ് ഹെഡ്, അങ്ങനെ തുപ്പി, വിഷപ്പെല്ലാം തുപ്പിക്കൊണ്ട് സ്പിറ്റ് ചെയ്തു. ഹിറ്റ് ഓവർ ദ സാൻഡൽ പേസ്റ്റഡ് ഹെഡ് ഓഫ് ഗുങ്കാരാമൻ്റെ ആ ഒരു സാൻഡൽ പേസ്റ്റഡ് ആയിട്ടുള്ള ഹെഡിൽ, ഹെഡിൽ എന്ത് സാൻഡൽ പേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ചന്ദനം കുറിച്ച ആ ഒരു നെറ്റിയിൽ എന്ത് ചെയ്തു, ഈ ഗുങ്കാരാമൻ്റെ നെറ്റിയിൽ പാമ്പ് ഹിറ്റ് ചെയ്തു. ആൻഡ് ഹി ഡൈഡ് ഇൻസ്റ്റൻ്റ്ലി, സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു. ഒരു ട്രാജിക് ഡെത്ത് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഗുങ്കാരാമന്. സോ ദിസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി.